ചിന്തിച്ചിട്ടുണ്ടോ, തിരുത്തിയോ, എന്തോ ഒപ്പിട്ടത്? ഇതൊരു മന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമാണ് ജി റാഞ്ചിൽ. ഇപ്പോഴും സംസാരിച്ച വിഷയം ഈ മന്ത്രിക്ക് അറിയില്ല. രാവിലെ കൂടിയ ഞങ്ങളുടെ യോഗത്തിലും മന്ത്രിമാരെ നേതാക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് ആർക്കും അറിയില്ല. അവർക്കെല്ലാം ഒന്നറിയാം, ഏറ്റവും ഒടുവിൽ കൂടിയ ക്യാബിനറ്റ് യോഗത്തിലും CPIയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയം ഉന്നയിച്ചു. ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ എന്താണ് അതിന്റെ സത്യം എന്ന് ചോദിച്ചു. ഒരു മന്ത്രിക്കുള്ള അവകാശമാണത്. എന്താ സത്യം, എന്താണ്, എന്താ സംഭവിക്കുന്നത്? ഒരാളും ഉത്തരം പറഞ്ഞില്ല. അതെന്ത് ഗവൺമെന്റാണത്? എന്താ അതിന്റെ കുട്ടുത്തരവാദിത്വം? ഒരു മന്ത്രിയുടെ വാക്കുകളെ, മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ നിലപാടുകളെ, ആ മന്ത്രിമാരുടെ വീക്ഷണങ്ങളെ, ആശയങ്ങളെ എല്ലാത്തിനെയും ഇതുപോലെ അവഗണിക്കാൻ ശ്രമിക്കുന്ന എന്ത് കുട്ടുത്തരവാദിത്വമാണ്? അതല്ല LDF, അതാകരുത് LDF, അതായിക്കൂടാ. LDFന്റെ രാഷ്ട്രീയം എന്താ? അത് ആശയപരമാണ്. അതിന്റെ കാതൽ RSSും BJP പ്രതിനിധീകരിക്കുന്ന വർഗീയ ഭ്രാന്തനെ ചെറുക്കലാണ്. ആ കൈകളിലേക്ക് ഇന്ത്യയെ കൈമാറിക്കൂടാ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെമ്പാടുമുള്ള മതേതര പോരാട്ടങ്ങളിൽ, വർഗീയ ശക്തികളെ ചെറുക്കുന്ന പോരാട്ടങ്ങളിൽ, വിദ്യാർത്ഥി അധ്യാപക മുന്നേറ്റങ്ങളിൽ എല്ലാം ഇടതുപക്ഷം പോരാടുന്ന എല്ലാവരുടെയും ബന്ധുവായി മാറിയത്. ആ ബന്ധം വിലപ്പെട്ട ബന്ധമാണ്. ഞങ്ങൾ LDFനെ കാണുന്നത് കേരളത്തിന്റെ മാത്രം കാര്യമായിട്ടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല കുറി വ്യക്തമാക്കിയ കാര്യമാണത്. കേരളത്തിൽ മാത്രം ഒരു കാര്യം, ഇവിടുത്തെ ഇലക്ഷൻ, ഇവിടുത്തെ ഭരണം മാത്രമല്ല. ഞങ്ങൾ LDFനെ കാണുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വ്യാപ്തിയിലാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നാളെ എന്ത് വേണം വഴി എന്ന ചോദ്യവുമായി വഴി ആരായുന്നവർക്കുള്ള വഴിയാണ് കേരളത്തിന്റെ വഴിയെന്ന് CPI കരുതുന്നു. അതുകൊണ്ടാണ് CPIക്ക് LDF എന്ന് കേട്ടാൽ ഒരു അഭിമാനമുണ്ടാകുന്നത്. ആ ചെയ്തികളെ, അതിന്റെ ചെയ്തികളെ അതുകൊണ്ടാണ് CPI സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. LDF കാറും കോളും നിറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSS ഫാസിസ്റ്റുകൾ വർഗീയ ഭ്രാന്തിന്റെ ഇരുട്ട് പരത്തുന്ന ഇന്ത്യയിൽ കേരളം കൊടുത്തു വെച്ച വെളിച്ചമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFനെ കാണുന്നത്. ആ വെളിച്ചമാണ് ഞങ്ങൾക്ക് LDF. ആ LDFനെ അതുകൊണ്ട് നിസ്സാരമായി കാണാൻ ശ്രമിച്ചാലും CPI അനുവദിക്കില്ല. നിസ്സാരമല്ല LDF. അതിന്റെ വാക്ക്, അതിന്റെ പ്രവൃത്തി, നയങ്ങളെല്ലാം പ്രധാനപ്പെട്ടവയാണ്. അതുകൊണ്ടാണ് CPI എന്ന് പറഞ്ഞത്. അത് പറയേണ്ടി വരും. ഞങ്ങളുടെ കത്ത് ഇപ്പോൾ LDFന് മുമ്പിലുണ്ട്. ആ കത്തിന്റെ പ്രതികരണം ഞങ്ങൾക്കറിയില്ല. എന്തായാലും ശരി, വരുന്ന 27-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ കൂടുന്നുണ്ട്. ആലപ്പുഴ വേദിയാകാൻ കാരണം പുന്നപ്ര വയലാർ സമരത്തിന്റെ വാരാചരണത്തിന്റെ സമാപനമാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ പരിപാടി അവിടെയായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മിറ്റിയുടെ വേദി തിരുവനന്തപുരം വിട്ട് ആലപ്പുഴയിലേക്ക് മാറ്റേണ്ടി വന്നത്. ആ യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയത്തെപ്പറ്റി ഗൗരവമായി ചർച്ച ചെയ്യും. ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. അതാണ് നിങ്ങൾ അറിയിക്കാനുള്ളത്. ഗവൺമെന്റ് പറയട്ടെ. ഞാനിപ്പോ ഒരു വാർത്താ സമ്മേളനം കണ്ടു, മന്ത്രി ശിവൻകുട്ടിയുടെ. ഞാൻ ഗൗരവത്തിലാണ് കണ്ടത്.
ഞാൻ രസകരമായിട്ട് കണ്ടില്ല, ഞാൻ ഗൗരവത്തിൽ കണ്ടു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവിന്റെ പ്രസ് കോൺഫറൻസിൽ ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുന്ന വേറൊരു കമ്മ്യൂണിസ്റ്റ് സഖാവ് കാണിക്കേണ്ട എല്ലാ ഗൗരവവും കൽപ്പിച്ചുകൊണ്ട് ഞാനത് കാണുകയുണ്ടായി. ഈ പറയുന്ന പാഠ്യപദ്ധതിയുമായി RSS സിലബസുമായിട്ട് മുമ്പോട്ട് പോകുന്നൊരു പാഠ്യപദ്ധതി പാടില്ല. അത് ഈ ശൈലി മാറണം. NEP പറ്റിയുള്ള വ്യക്തത വരണം. ഞാൻ കേട്ടത് NEP നടപ്പിലാക്കിയുള്ളത് പറഞ്ഞതായിട്ട് കേട്ടില്ല. NEP നടപ്പിലാക്കിയതെന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എനിക്കറിയില്ല. ഒരാൾ പറഞ്ഞാൽ കേൾക്കാം. ആരാ പറയുന്നത്? ഇപ്പൊ ആരാ പറയുന്നത്? രണ്ടുപേരും മാറി വേറെ ആളായി. എങ്ങനെ? ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള കരിക്കുലമോ സിലബസോ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു വളരെ പോസിറ്റീവായ സ്റ്റെപ്പാണ്. അല്ല, എന്നേക്കാളും പഠിച്ച ആളാണ് വിദ്യാഭ്യാസ മന്ത്രി. ഇതിനെ പറ്റിയല്ല. അല്ല, മന്ത്രി പറഞ്ഞ ഈ വാചകം ഞാനും കേട്ടതാണ്. ഞാനിപ്പോ പറയുന്നത് മന്ത്രി പറഞ്ഞ, ഞങ്ങളുടെ മന്ത്രിയാണ് ശിവൻകുട്ടി, ആ മന്ത്രി പറഞ്ഞ ആ വാചകത്തിനെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു. NEP എന്ന പേര് എന്തോ ആയിക്കോട്ടെ, പക്ഷെ NEP ഉൾക്കൊള്ളുന്ന കാതലായിട്ടുള്ള RSS പദ്ധതിയുണ്ട്. വിദ്യാഭ്യാസ RSS പദ്ധതി. അതിനെ ലോകാവസാനം വരെ എതിർക്കണം കമ്മ്യൂണിസ്റ്റുകാർ. അത് കാണാം, നമുക്ക് നോക്കാം. ബ്രുവറി എന്തുണ്ടായി? ബ്രുവറിയിൽ ഇവിടെ കൂടിയ LDF-ന്റെ യോഗത്തിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിച്ചത് കുടിവെള്ളത്തെയും കൃഷിഭൂമിയെയും ബാധിക്കാത്ത വിധത്തിലെ പദ്ധതികൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പോയാൽ അപ്പ കാണാം.